പത്തനംതിട്ട കോന്നി വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 4 പേർക്കും കണ്ണീർ യാത്രയയപ്പ് നൽകി നാട്. സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന പൊതുദർശനത്തിലും സംസ്കാര ചടങ്ങുകളിലും നൂറുകണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. നവദമ്പതികളായ നിഖിൽ മത്തായി, അനു, നിഖിലിന്റെ പിതാവ് മത്തായിപ്പൻ, അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ ഇടത്തിട്ടയിലെ മോർച്ചറിയിൽ നിന്നും ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മത്തായിപ്പന്റെ, ബിജു ജോർജിന്റെയും വീടുകളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് വിലാപയാത്രയായി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് 4 പേരുടെയും മൃതദേഹങ്ങൾ ഒന്നിച്ച് പള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം. പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരെ കൊണ്ട് പള്ളി പരിസരം തിങ്ങി നിറഞ്ഞു. പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലിത്തയുടെ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ. പുത്തേത്തുണ്ടിൽ കുടുംബക്കല്ലറയിൽ മത്തായിപ്പൻ, നിഖിൽ, അനു എന്നിവരുടെയും തൊട്ടടുത്തുള്ള കിഴക്കേതിൽ കുടുംബക്കല്ലറയിൽ ബിജു ജോർജിനും അന്ത്യവിശ്രമം. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ പൊലിഞ്ഞത്. മലേഷ്യയിൽ നിന്നും മധുവിധു കഴിഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നിഖിലിനെയും അനുവിനെയും കൂട്ടി ഇവരുടെ പിതാക്കന്മാരായ മത്തായിപ്പനും ബിജു ജോർജും വീട്ടിലേക്ക് തിരികെ വരവെയായിരുന്നു ദാരുണ സംഭവം. 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്നും നാടും നാട്ടാരും മോചിതരായിട്ടില്ല. ജനം, പത്തനംതിട്ട.